ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബോസിനെ കുറിച്ചാണ്. ഫസ്റ്റത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ നല്ല കിടക്കാച്ചി സാധനം ആയിക്കോട്ടെ. അപ്പം ബോസ് സൗണ്ട്ലിങ്ക് ഫ്ലെക്സ് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ജനറേഷനാണ്. ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, അത് ഇറങ്ങിയിട്ടൊരു എനിക്ക് തോന്നുന്നൊരു 3 to 4 years ആയി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ്. ഇതിന് ഇപ്പം പ്രൈസ് എനിക്ക് തോന്നുന്നത് ആമസോണിലും ഒക്കെ കിടക്കുന്നത് 17,000-18,000 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഓഫർ സാധാരണ ബോസിൻ്റെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഓഫർ കണ്ടുവരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷനായിട്ടുള്ള സൗണ്ട്ലിങ്ക് ഫ്ലെക്സ് ഫസ്റ്റ് ജനറേഷന് എനിക്ക് തോന്നുന്നത് ഇപ്പം 10,000-11,000 രൂപയുള്ളൂ. പക്ഷേ ഇതിനിപ്പോൾ ഓഫറൊന്നും കാണുന്നില്ല. 18,000-17,000 തന്നെയാണ് റേറ്റ് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ വ്യൂ. അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പം സാധാരണ എല്ലാവരും ഈ JBL Flip 6നെ കുറിച്ച് വെച്ചാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത് കാണാറുള്ളത്. എന്നെ എന്താ പറയുക, നമ്മുടെ യൂട്യൂബിലെ റിവ്യൂസ് കൂടുതലും ഇംഗ്ലീഷുകാരുടെയൊക്കെ റിവ്യൂ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സംഭവം എന്ന് വെച്ചാൽ അവർ JBL Flip 6 ആയിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇതിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചിരുന്നത്. ബോക്സിനകത്ത് മെയിനായിട്ട് ഒന്നുമില്ല. ഇതിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ തുറക്കുന്നൊരു ബോക്സാണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തുറക്കുന്ന തന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, ചാർജർ മാത്രമേ ഉള്ളൂ. ചാർജർ കേബിൾ, അഡാപ്റ്റർ ഇല്ല, ചാർജർ കേബിൾ മാത്രം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. പിന്നെ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് സ്പീക്കർ ഇരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചാർജറിൻ്റെ കേബിൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പിന്നെ യൂസർ മാനുവൽ അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ സ്പീക്കറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. അതായത് ഒരു ആൾക്കാർ ചിന്തിക്കും 18,000 രൂപയ്ക്ക് ഹോം തിയേറ്റർ കിട്ടൂലേ, അതിനൊരു 2-3 ഹോം തിയേറ്റർ കിട്ടൂലേ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പം അത് വേറെ സെഗ്മെൻ്റാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിനോട് ഇങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതെന്ന് പറയുമ്പോൾ ഒരു സംഭവം തന്നെയാണ്. പൈസയ്ക്കുള്ള വെറുത്തായിട്ട് ചിലപ്പോൾ തോന്നും, ചില ആൾക്കാർക്ക് അത് തോന്നില്ല, അത് അവരുടെ പെർസ്പെക്റ്റീവാണ്. പക്ഷെ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ച്. അതായത് ഞാൻ JBL Flip 6 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയത് ഒരു 10,000 രൂപയ്ക്കാണ്. അതിൽ നിന്നും ഒരു 8,000 രൂപ എക്സ്ട്രാ കൊടുക്കണം ഇത് കിട്ടണമെങ്കിൽ. പക്ഷെ അത് കൊടുക്കുമ്പം അതിനുള്ള ബോസിൻ്റെ ഒരു പ്രീമിയം ബിൽഡ് ഇതിനകത്ത് കാണാനുണ്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു പൈസയുടെ സാധനമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ വരും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എനിക്ക് 600 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പം JBLൻ്റെ Flip 6 ആണെങ്കിൽ ഇപ്പം ഓഫറിലൊരു 8,000 രൂപയ്ക്കൊക്കെ ഉണ്ട്. 8,000 രൂപയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു ബൈ ആണത്. കുഴപ്പമില്ല എന്നാൽ വലിയൊരു സംഭവം എന്ന് പറയാനുമില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് JBL Flip 6ൻ്റെ സൗണ്ട് സിഗ്നേച്ചർ വലിയ ഇഷ്ടമില്ല. സൗണ്ട് സിഗ്നേച്ചറിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്കതാ പറയാനുള്ളത്. വേറെ ഒന്നും എനിക്കിനകത്ത് വലിയ പറയാനില്ല. സൗണ്ട് സിഗ്നേച്ചർ എന്താണോ, ഞാൻ സൗണ്ട് എന്തൂസിയസ്റ്റാണ്, ഇംഗ്ലീഷും വരുന്നില്ല, ആ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് സൗണ്ട് സിഗ്നേച്ചറിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടെ പറയാനുള്ളത്. അപ്പം ഫസ്റ്റത്തെ കാര്യം ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഇതിനകത്തുള്ളത് നമുക്ക് പാസീവ് റേഡിയേറ്റർ ഉണ്ട്. ഈ സൈഡിലൊരു പാസീവ് റേഡിയേറ്റർ ഉണ്ട്, അതായത് ബേസ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടൊരു പാസീവ് റേഡിയേറ്റർ ഇവിടെയുണ്ട്, ബേക്കിലും ഉണ്ട്. ഇങ്ങനെ 2 സ്ഥലങ്ങളിലും പാസീവ് റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വൂഫർ കൊടുത്തിട്ടുണ്ട്. ട്വീറ്റർ സെപ്പറേറ്റ് ആയിട്ടില്ല. JBL Flip 6-ലാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ട്വീറ്ററും ഉണ്ട്. അതായത് സൈഡിൽ 2 സ്ഥലത്തും പാസീവ് റേഡിയേറ്ററും ഒരു വൂഫറും പിന്നെ ഒരു ട്വീറ്ററാണുള്ളത്. പക്ഷേ ഇതിൽ ഇങ്ങനെയല്ല ഉള്ളത്. ഇതിൽ ഒരു വൂഫർ മാത്രമേ ഉള്ളൂ, പിന്നെ 2 പാസീവ് റേഡിയേറ്ററേ ഉള്ളൂ. ട്വീറ്റർ നമ്മൾ കൊടുത്തിട്ടില്ല ഇതിൽ. പക്ഷെ ട്വീറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത ട്രിബിളിൻ്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ട്രിബിളിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് തരുന്നത്, അത് പറയാട്ടോ. അപ്പം ഇതിൻ്റെ കണക്ഷൻസ് വരുന്ന ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിനകത്ത് വരുന്നത്. എനിക്ക് വന്ന ഫസ്റ്റത്തെ ജനറേഷനിൽ 4 ഏതാണെന്ന് തോന്നുന്നു, വളരെ ഓൾഡായിരുന്നു. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5.3 കണക്ഷൻ വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മൂവീസ് എന്തെങ്കിലും വാച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴൊന്നും അങ്ങനെ ലേറ്റൻസിൻ്റെ ഇഷ്യൂ വരുന്നില്ല. നമുക്ക് എന്താ പറയുക ഒരു കണക്ട് ചെയ്യുന്നില്ല, ചിലപ്പം കണക്ഷൻ ഡ്രോപ്പ് വരിക, അല്ലെങ്കിൽ വീഡിയോയിൽ തമ്മിൽ ലാഗ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം പക്കയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രധാന കാരണം ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ള ബാറ്ററി ബാക്കപ്പാണ്. ഇത്രയും പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിയിട്ട്, അതായത് ഒരു 18,000 രൂപ കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിയിട്ട് ഇതിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ പരശോകമാണ്. ഞാൻ ആദ്യം ഏത് സ്പീക്കർ ഞാൻ വാങ്ങിയാലും ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും. 100% വോളിയത്തിൽ പാട്ട് വെച്ച് അതിൽ
നമ്മൾ എത്ര മണിക്കൂർ കിട്ടും നോക്കും. ഇപ്പോൾ JBL Flip 6 എനിക്ക് കിട്ടിയത് 2.5 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ്. 2.5 മണിക്കൂർ, വെറും 2.5 മണിക്കൂർ കേട്ടോ. 12 മണിക്കൂർ എന്നാണ് അവർ പറയുന്നത്. ആ 12 മണിക്കൂർ എന്ന് ഇവർ കമ്പനി പറയുന്നത് ഒരു എത്രയോ ചിലപ്പോൾ 50% വോളിയത്തിൽ, ചിലപ്പോൾ വലിയ ബേസ് ഒന്നും ഇല്ലാത്ത, വലിയ കച്ചറയൊന്നും ഇല്ലാത്ത പാട്ടൊക്കെ വെക്കുമ്പോഴായിരിക്കും. അത് അങ്ങനെ നമ്മളെന്തെങ്കിലും പാട്ട് കേൾക്കുമോ? നമ്മളങ്ങനെയൊന്നും പാട്ട് കേൾക്കാൻ വരുന്നില്ലല്ലോ. നമ്മൾ വാങ്ങുന്നതിന് ചിലപ്പോൾ ചില സമയത്ത് അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ച് കുറേ നേരം കേൾക്കാനായിരിക്കും. പക്ഷെ അതിൽ ഇത് ഭയങ്കര ഷോക്കാണ്. ഇതിലെനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. 2 മണിക്കൂർ ഫുൾ സൗണ്ടിൽ 18,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് അതിൽ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് 2 മണിക്കൂറാണ് ഫുൾ സൗണ്ടിൽ പാട്ട് വെച്ചാൽ. ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബാറ്ററി ബാക്കപ്പാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ പറയാനുള്ളത് ബോസ് ആപ്പുണ്ട് ഇതിന് നമുക്ക്. JBL Flip 6 നമുക്കുള്ളത് JBLൻ്റെ ആപ്പുണ്ട്. JBLൻ്റെ ഒരു കണക്ട് ചെയ്യുന്നൊരു ആപ്പുണ്ട്. ഇതിന് അതുപോലെ തന്നെ ബോസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ബോസ് എന്നാണ് ഇതിന് പ്ലേ സ്റ്റോറിൽ കിടക്കുന്നത്. ആപ്പ് സ്റ്റോറിൽ അങ്ങനെ ആയിരിക്കും. എൻ്റെ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ബോസ് എന്നാണ് കിടക്കുന്നത്. അപ്പം ബോസിൽ വലിയ കസ്റ്റമൈസേഷൻസ് ഒന്നുമില്ല. അതായത് ഇതിനകത്തുള്ളത് 3 ബാൻഡ് ഈക്വലൈസറാണ്. അതായത് ബേസ്, ട്രെബിള്, പിന്നെ മിഡ്സ്. അപ്പം എന്താ പറയുക, നമുക്ക് പറയാം ചിലപ്പോൾ 8 ബാൻഡ് ഈക്വലൈസറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. കാരണം ചില സമയത്തൊന്ന് ട്രീറ്റ് ചെയ്യണം തോന്നിയാൽ 8 ബാൻഡ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് നോളജ് ഉള്ള ആൾക്കാരാകുമ്പം അവർക്ക് അത് ട്രീറ്റ് ചെയ്ത് കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടമുള്ള പ്രിഫർ ചെയ്യുന്ന സൗണ്ടിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് കിട്ടില്ല. ആകെ 3 ബാൻഡ് ഈക്വലൈസറേ ഉള്ളൂ. ആ 3 ബാൻഡ് ഈക്വലൈസർ വളരെ മിനിമലാണ്. അത് തന്നെയാണ് JBL Flip 6 സെയിം ഈക്വലൈസർ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് പൊസിഷണൽ EQ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇതിന്. പൊസിഷണൽ EQ എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കർ ഇപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ച് പാട്ട് കേൾക്കുകയാണെങ്കിൽ ഈ സ്പീക്കറിന് ഒരു സെൻസർ സംവിധാനമുണ്ട്. അത് വെച്ച് ഇത് ഡിറ്റക്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ സൗണ്ട് പ്രൊഫൈൽ മാറ്റിയിട്ട് ഇത് ഇങ്ങനെ പാട്ട് കേൾപ്പിക്കും. ഇത് ഇങ്ങനെ വെച്ചാൽ, കിടത്തി വെച്ചാൽ അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ടോണിലോട്ട് അത് മാറി അങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഹാങ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ആ ഒരു EQ മാറും. അതായത് ഏത് പൊസിഷനിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് തരാമെന്ന് സ്പീക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്നുണ്ട്. അതെനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അത് എഫക്റ്റീവാണ്. ചാർജർ ഇത് വരുന്നത് Type-C ചാർജറാണ്, ലേറ്റസ്റ്റ് സാധനം. പിന്നെ വരുന്നത് ബട്ടൺസ് കണ്ടോ, ഇത് പവർ ഓൺ സ്വിച്ച്, പവർ ഓഫ് സ്വിച്ച്, പിന്നെ ബ്ലൂടൂത്തിൻ്റെ, പിന്നെ ഷോർട്ട് കട്ടിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ഷോർട്ട് കട്ട് ബട്ടണിൽ നമുക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിളോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് കമാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ വോളിയം കുറയ്ക്കുക, പോസ്, പ്ലേ, പിന്നെ വോളിയം കൂട്ടുക, അങ്ങനത്തെ ബട്ടൺസാണ്. ഇതൊരു ഡബിൾ ടാപ്പ് ചെയ്താൽ മുമ്പോട്ട് പുറകോട്ടൊക്കെ 2 സ്വിച്ചിൽ അങ്ങനെ സെറ്റപ്പ് പാട്ട് മാറ്റുന്നത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡ്രൈവർ, ഇത് ബോസ് എങ്ങനെയാണ് ഇതിൻ്റെ ഡ്രൈവർ ഇത്ര ഡിസൈൻ ചെയ്തത് എനിക്ക് ഒരു അത്ഭുതമാണ്. കാരണം എന്താ പറയുക, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ടിങ് ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകും. അതായത് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, എവിടെയും വെച്ച് ഇങ്ങനെ കേട്ടിരുന്നിട്ട് നമുക്ക് അലോസരപ്പെടുത്താത്തൊരു ടൈപ്പ് സൗണ്ട്, ഒരു വല്ലാത്ത ഫീലാണ്. JBL Flip 6 ഒരു പ്രശ്നം ഞാൻ പറയട്ടെ. ആ സ്പീക്കറിന് ചില ആൾക്കാർക്ക് അത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയാം. അപ്പം നമ്മൾ ഒരു സ്പീക്കറിൻ്റെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വെച്ചാണല്ലോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഹൈസ്, മിഡ്സ്, ലോസ് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഹൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെബിള് ആണ് ഉദ്ദേശിക്കുന്നത്, ട്രെബിള്. പിന്നെ മിഡ്സ് എന്ന് പറഞ്ഞാൽ വോക്കൽ, അതെവിടെയാണോ വോക്കൽ സ്റ്റാൻഡ് ചെയ്യുന്നത് അതാണ് മിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് റെസ്പോൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. JBL Flip 6 ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അതിൻ്റെ ട്രെബിള് കുറച്ച് ബൂസ്റ്റഡ് ആയിരുന്നു. അത് നമ്മളത് ഡിഫോൾട്ടായിട്ട് പോലും അതിൻ്റെ സൗണ്ട് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെ പോലും, ട്രെബിള് കൂട്ടാതെ പോലും അതിൻ്റെ ട്രെബിള് ഭയങ്കര ആലോസരപ്പെടുത്തും. അതൊരു എന്താ പറയുക, ഹയർ വോളിയം ഒക്കെ എത്തുമ്പം JBL Flip 6 ബേസ് ഭയങ്കരമായിട്ട് താഴെ പോകും. ഒരു ടപ്പ അടി മാത്രമേ ഉള്ളൂ. അത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബേസ് കിട്ടുന്നില്ല. പിന്നെ ഈ ട്രെബിൾ ഭയങ്കരമായിട്ട് കുത്തുന്ന ട്രെബിൾ ആയിരിക്കും, ചെവിയിൽ അടിച്ച് കിടന്ന ട്രെബിൾ. അപ്പോൾ എല്ലാ പാട്ടും എല്ലാ ജോണേഴ്സിലുള്ള പാട്ട് വെക്കാൻ പറ്റിയൊരു സ്പീക്കറല്ല അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ. അത് ചിലർ പല ടൈപ്പുള്ള പാട്ട് വെക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്പീക്കറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. JBL ഫാൻ ബോയ്സിന് അത് ഇഷ്ടപ്പെടും, കാരണം JBL സിഗ്നേച്ചർ സൗണ്ടാണത്. പക്ഷേ JBL സൗണ്ട് എപ്പോഴും ഒരു V ഷേപ്പാണ്. V ഷേപ്പ്, അതായത് ബേസ് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു
എന്താ പറയുക സൗണ്ടിങ് സിഗ്നേച്ചറാണ് JBL എന്നുള്ളത്. പക്ഷേ JBL ഫ്ലിപ്പ് 6ൽ അത് ട്രെബിൾ കുറച്ച് ബൂസ്റ്റഡ് ആണ്, ഹൈ ആയിട്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. മറ്റേതിനേക്കാളും മിഡ്സിനേക്കാളും ലോസിനേക്കാളും ട്രെബിൾ കുറച്ച് ബൂസ്റ്റഡ് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ മിക്കവാറും എന്തെങ്കിലും പാട്ട് വെക്കുമ്പം ഞാൻ അതിനകത്ത് ട്രെബിൾ ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ബേസ് ഏറ്റവും മുകളിലിട്ടിട്ട് മിഡ്സ് നടുക്ക് വെച്ചിട്ടാണ് എൻ്റെ EQ. അതായത് ഇങ്ങനെയായിരുന്നു എൻ്റെ EQ, ഇങ്ങനെ. അതായത് അത്രയും വോളിയത്തിൽ നമ്മൾ ഹയർ വോളിയത്തിൽ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര അലോസരപ്പെടുത്തുമായിരുന്നു അതിൻ്റെ ട്രെബിൾ. ഒരു സ്വീറ്റായിട്ടുള്ളൊരു സംഭവമല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബോസ് എന്താണ് അവർ ചെയ്തത് എനിക്കറിയില്ല. സാധാരണ നമുക്ക് ഇതിൽ വെച്ചുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെബിളിൻ്റെ റെസ്പോൺസ് ഉണ്ടല്ലോ, അത് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഒരു എക്സ്ട്രാ ടീറ്റർ ഉണ്ടെങ്കിൽ അത് കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു ട്രെബിൾ റെസ്പോൺസ് ടീറ്റർ ഇല്ലാഞ്ഞിട്ട് പോലും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡ്രൈവറിൽ ബോസ് എന്ത് മാജിക്കാണ് ചെയ്യുന്നത് അറിയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ. നമുക്കിങ്ങനെ ഒട്ടും നമുക്ക് അലോസരപ്പെടുത്തില്ല. ഹയർ വോളിയത്തിൽ പോലും നമുക്ക് എന്നാൽ ഇച്ചിരി കുറയ്ക്കാൻ ചെവി വേദനിക്കുന്നു എന്നൊരു ഫീല് വരുന്നില്ല. അത് എന്തോ ഒരു മാജിക് തന്നെയാണ്. അത് ഭയങ്കര സമ്മതിക്കണം കേട്ടോ. അതെങ്ങനെ അവർ ചെയ്തെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു 60 to 70% വോളിയൻ്റെ സ്വീറ്റ് സ്പോട്ടാണ്. അതിൽ കൂടുതൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിൻ്റെ റെസ്പോൺസ് കുറഞ്ഞു വരാൻ തുടങ്ങും. ഏത് സ്പീക്കറായിക്കോട്ടെ, നിങ്ങൾ ഈ സ്പീക്കറല്ല കേട്ടോ, ഏത് സ്പീക്കർ എടുത്താലും അതിന് നമുക്കതിനൊരു കപ്പാസിറ്റി ഉണ്ട്, അതിന് ഡ്രൈവറിനൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ഡ്രൈവറിനെ പുഷ് ചെയ്യുമ്പം ആ ഡ്രൈവർ സ്ട്രഗിൾ ചെയ്യണം. അപ്പം എന്താ പറയുക, അപ്പം നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് കിട്ടില്ല, ശരിക്കുള്ള പെർഫോമൻസ് കിട്ടില്ല. അപ്പം നിങ്ങൾ ശരിക്കും ഇതൊരു പേഴ്സണൽ സ്പീക്കറാണ്. നിങ്ങളിതൊരു പാർട്ടി സ്പീക്കറൊക്കെ ആയിട്ട് ചില ആൾക്കാർ എന്തെങ്കിലും എന്താ പറയുക പാർട്ടിക്കൊക്കെ വീട്ടിലെന്തെങ്കിലും പരിപാടി വെക്കുമ്പോഴൊക്കെ വെക്കാൻ പറ്റിയൊരു സ്പീക്കറാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അതായത് ചെറിയ എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു പാട്ടൊക്കെ കേൾക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ വലിയൊരു കമ്മ്യൂണിറ്റീനെ താങ്ങാനുള്ള പവറൊന്നും ഇതിനില്ല. ഇതിനുള്ള ആകെയുള്ള ഇതിൻ്റെ വാട്ട് എന്ന് പറഞ്ഞാൽ 20 വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 20 വാട്ട്. JBL ഫ്ലിപ്പ് 6 30 വാട്ട്, അതായത് 20 വാട്ടിൻ്റെ ഡ്രൈവറും 10 വാട്ടിൻ്റെ ട്വീറ്ററുമാണ് JBL ഫ്ലിപ്പ് 6ലുള്ളത്. ഇതിൽ 20 വാട്ടിൻ്റെ ഒരു ഡ്രൈവർ മാത്രമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പം എന്നാൽ സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഫ്ലിപ്പ് 6നേക്കാളും സൗണ്ട് കൂടുതൽ ഇതിനുണ്ട്. ഒരു പൊടിക്ക് ഭയങ്കര സൗണ്ട് അല്ല, ഒരു പൊടിക്ക് സൗണ്ട് ഇതിന് കൂടുതലുണ്ട്. അപ്പോൾ ഒരു വീട് ഫില്ല് ചെയ്യാനുള്ള സൗണ്ട് ഇതിനുണ്ട്. വലിയ വീടല്ല കേട്ടോ, ഒരു ചെറിയ വീട്. എൻ്റെ വീട് അത്ര വലുതല്ല, എൻ്റെ അത്യാവശ്യം ചെറിയ വീടാണ്. അപ്പം എൻ്റെ വീട് ഫില്ല് ചെയ്യാനുള്ള സൗണ്ട് ഇതിനുണ്ട്. ചെറിയ പാർട്ടികളൊക്കെ ഹോൾഡ് ചെയ്യാൻ ഇതിന് പറ്റും. പക്ഷെ വലിയ പരിപാടിക്കൊന്നും ഇതൊന്നും കൊണ്ടുപോയേക്കരുത്, ഒന്നും കേൾക്കാനൊന്നും പോകുന്നില്ല. കേൾക്കും മീൻസ് അങ്ങനെ അത്ര സംഭവത്തിനുള്ള പവർ ഇതിനില്ല. അപ്പം നമ്മൾ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വരാം. ഇതിൽ ഡിസ്റ്റോർഷൻ ഉണ്ടോയെന്ന് ചോദിക്കും ചില ആൾക്കാർ. നമ്മൾ മാക്സിമം വോളിയത്തിൽ വെക്കുമ്പം പതറിച്ച ഉണ്ടോ? ചില യൂട്യൂബർ ഞാൻ വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അവർ പറയും ഒരു ഡിസ്റ്റോർഷനും ഇല്ല, 100% വോളിയത്തിൽ എന്ത് ഒച്ച വെച്ചാലും എന്ത് കാണിച്ചാലും ഇതിന് ഡിസ്റ്റോർഷൻ ഇല്ല. ഇതല്ല കേട്ടോ, ഏത് സ്പീക്കറിൻ്റെ റിവ്യൂ എടുത്താലും ഞാൻ കാണുന്ന സംഭവം അത് മണ്ടത്തരമാണ്, പൊട്ടത്തരമാണ്. ആരാ ഇത് പറയുന്നത്? ഇതുമാർ എന്ത് കണ്ടിട്ട് ഇത് വിളിച്ചാലും എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ സ്പീക്കറിനും ഡിസ്റ്റോർഷൻ ഉണ്ട്. എത്ര പ്രൈസ് കൊടുത്ത് വാങ്ങിയാലും എത്ര പ്രീമിയം ആണെങ്കിലും അതിന് ഡിസ്റ്റോർഷൻ ഉണ്ട്. ഒരു ഡ്രൈവറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഡ്രൈവറിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിൽ അതിനെ കൊണ്ടുപോയി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്റ്റോർഷൻ എന്തായാലും വരും. എത്ര പ്രീമിയം സ്പീക്കർ ആയിക്കോട്ടെ, എത്ര പൈസ കൊടുത്ത് വാങ്ങുന്നതായിക്കോട്ടെ, അത് 18,000 ആണെങ്കിലും 25,000 ആണെങ്കിലും 40,000 ആണെങ്കിലും അതതിനെ മാക്സിമം അങ്ങ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. 100% എന്നൊക്കെ പറഞ്ഞാൽ 100%-ലൊക്കെ പാട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ഡ്രൈവറിൻ്റെ മാക്സിമം ലിമിറ്റിൽ അതിനെ കൊല്ലുകയാണ്. അപ്പം അതിനകത്തേക്ക് കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ ഒച്ചയും കുറേ ബേസും അതെല്ലാം കൂടെ സ്പീക്കർ എടുത്തിട്ട് വരുന്ന കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് പതറിച്ച് വരും ചെറുത്. അതുപോലെ ഇതിനകത്ത് ചെറിയൊരു ഡിസ്റ്റോർഷൻ ഉണ്ട്. ഈ ഒരു ഡിസ്റ്റോർഷൻ ഇല്ലാത്ത സ്പീക്കർ എന്നല്ല ഇത്. അത് ഏത് സ്പീക്കറിലുണ്ട്, JBL ഫ്ലിപ്പ് 6 ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ട്രിബിറ്റ് സ്റ്റോംബോക്സ് 2 അല്ല സോറി എക്സൗണ്ട് ഗോ, ഇതൊക്കെ എല്ലാത്തിലുണ്ട്. എല്ലാ സ്പീക്കർ ഏത് സ്പീക്കർ വാങ്ങിക്കോ, നിങ്ങൾ ഏത് സ്പീക്കർ എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കോ, അത് 100% വെച്ച് അതിനകത്ത് കുറേ ഇൻസ്ട്രുമെൻസും എല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ല ഡിസ്റ്റോർഷൻ ഉണ്ടാവും. നല്ല ഡിസ്റ്റോർഷൻ അല്ല, ചെറുത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഡിസ്റ്റോർഷൻ എന്തായാലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പാണ്. നമുക്ക് കറക്റ്റ് നമ്മൾ ചേക്കാതെ നമ്മൾ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ചേട്ടാ ഇത് ഞാൻ നേരത്തെ കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇതിൻ്റെ ഇടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്ക് നോട്ട് ചെയ്യാത്ത സാധനമൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് കയറി വരും. അതാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട് സൗണ്ടിന്, ഭയങ്കര ഒരു അടിപൊളി സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. അതായത് എന്താ പറയുക, ഒരു ഫ്ലിപ്പ് 6 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വേ ബെറ്റർ
ഒന്നും പറയാനില്ല. 2 മടങ്ങോ 3 മടങ്ങോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ മിഡ്സ്, ഹൈസ്, ലോസ് എല്ലാം ബാലൻസ്ഡ് ആണ്. അതായത് ഒന്നും അത്ര ഓവർ പവേർഡ് അല്ല. ഞാൻ ഒരു ഫ്ലിപ്പ് 6ൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഫ്ലിപ്പ് 6 ഓവർ പവേർഡ് ആണ്, ട്രിബിൾ ഇച്ചിരി ഓവർ പവേർഡ് ആണ്. പക്ഷേ ഇതിൽ ആ ഒരു സംഭവം ഓവർ പവേർഡ് അല്ല. അതായത് കൊണ്ട് തന്നെ അതൊരു ബാലൻസ് ആയിട്ടാണ് സംഭവം പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസ് സർപ്രൈസിങ് ആയിട്ട് ഇതിലെ ബേസാണ് അടിപൊളി. ഫ്ലിപ്പ് 6 ബേസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് EQയിൽ അത് കൂട്ടിയിട്ടിട്ട് പോലും എനിക്കതൊരു പ്യുവർ ബേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു തമ്പിനെസ് ഇല്ലേ, അതായത് ഒരു ആ ഡീപ്നെസ് അതിൽ കുറവാണ്. അതായത് മിഡ് ബേസ്, അതിനകത്ത് മിഡ് ബേസ് ആണ് കുറച്ച് കൂടുതൽ, ഡീപ്പ് ബേസ് കുറച്ച് കുറവാണ്. പക്ഷെ ഇതിൽ ഡീപ്പ് ബേസ് കുറച്ച് കൂടുതലാണ്. എന്താണ് ഡീപ്പ് ബേസ്, മിഡ് ബേസ് എന്നൊക്കെയാണ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ മതി, പഠിക്കാൻ പറ്റും. അപ്പം മിഡ് ബേസ്, അപ്പർ ബേസ്, ഡീപ്പ് ബേസ്, അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റും. ഇതിൽ ഡീപ്പ് ബേസ് ഒരു 60-70 ഒക്കെ നമ്മൾ ഇതിലൊരു ഇച്ചിരി ഡീപ്പായിട്ടുള്ളൊരു ബേസ് വന്നിട്ടുണ്ട്. എന്നാൽ JBL ഫ്ലിപ്പ് 6 ഒരു മിഡ് ബേസ് ആയിരുന്നു. ഇതൊരു എന്താ പറയുക, അതൊരു മുഴക്കം ഇതിലുണ്ട്. ഫ്ലിപ്പ് 6 ആ ഒരു മുഴക്കത്തിന് ഒരു എന്താ പറയുക, ഒരു തമ്പിനെസ് ആണ്. ഒരു വേറെ ടൈപ്പ് ഒരു ബേസ് ആണത്. അതിനേക്കാളും ബെറ്റർ ആണ് ഇതിൻ്റെ ബേസ്. അടിപൊളി. ഇതെങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പാസീവ് റേഡിയേറ്റർ ഇത്ര ഉള്ള ഒരു സ്ഥലത്താണ് ഇതിൻ്റെ പാസീവ് റേഡിയേറ്റർ വരുന്നത്. അതുപോലെ തന്നെ ബേക്കിലും നമ്മൾ ഫ്ലിപ്പ് 6 എടുത്തു കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടെ റേഡിയേറ്റർ ഇങ്ങനെ റൗണ്ടിൽ കാണും. നമ്മൾ വിചാരിക്കും അതിനാണ് ബേസ് കൂടുതലെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് എന്നെ ഞെട്ടിച്ചാണ്. ഇത് ഭയങ്കര ബേസാണ്, അടിപൊളി ബേസ്. ഞാൻ ഈ ബേസ് JBLൻ്റെ എനിക്ക് തോന്നുന്നത് ചാർജ് 4 ആണെന്ന് തോന്നുന്നു. JBL ചാർജ് 4 അങ്ങനെ അതിലെന്തോ ആണ് ഇത്രയും ബേസ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ ഒരു ബേസ് ഇതിന്. സോ ഈ സൈസിൽ ഒരു സൈസിൽ ഇവരിങ്ങനെ ഈ ബേസ് കൊള്ളിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മുടെ ബോസിൻ്റെ ആപ്പിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ബേസ്, ട്രിബിള്, പിന്നെ നമ്മുടെ മിഡ്സും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ഇതുവരെ കസ്റ്റമൈസ് ചെയ്തില്ല. ചെയ്ത് ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ബേസ് ഞാൻ കൂട്ടുമ്പം അത് എന്തോ ഒരു സിഗ്നേച്ചർ സൗണ്ട് കൊണ്ട് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. ഇതിൻ്റെ ഇത് നമുക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാതെ. ആ സൗണ്ട് ബെസ്റ്റ്. അതിൽ തൊടണ്ട എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ബാലൻസ്ഡ് ആണ്, ഒന്നും ഓവർ പവർ അല്ല, അടിപൊളി, നല്ല എന്താ പറയുക, സൂത്തിങ് ലിസൺ. അതിന് പറ്റിയൊരു സാധനം. നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നില്ല. എനിക്ക് പേഴ്സണലി ഞാൻ സാധാരണ എന്ത് കിട്ടിയാലും ഞാൻ അതിൻ്റെ EQ എല്ലാം പിടിച്ച് ഞെക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഞാൻ കസ്റ്റമൈസ് ചെയ്യും. സാധാരണ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബഡ്സ് 3 Pro, സാംസങ്ങിൻ്റെ ഗാലക്സി ബഡ്സ് 3 Pro ഉണ്ട്. ഇതാണത്. ഇതിന് 8 ബാൻഡ് EQ, എനിക്ക് 8 ബാൻഡ് 11 ബാൻഡ് EQ അങ്ങനെ എന്താണ്. ഞാനത് ഫുള്ള് കസ്റ്റമൈസ് ചെയ്തിട്ടേക്കാണ്. എനിക്കിഷ്ടപ്പെട്ട കസ്റ്റമൈസേഷനിൽ ഞാൻ കൊണ്ടുവന്നിട്ടാണ് എൻ്റെ EQ കസ്റ്റമൈസ് ചെയ്താണ് ഞാൻ കേൾക്കുന്നത്. ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഇത് കിട്ടുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടായിരുന്നു, അത് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഒരു സുഖമില്ലാത്തൊരു സൗണ്ട് സ്റ്റേജ് ആയിരുന്നു അതിൻ്റെ ബാലൻസ് സൗണ്ട്. പക്ഷേ ഇത് കിട്ടിയപ്പോൾ തന്നെയുള്ള സൗണ്ട്, സിഗ്നേച്ചർ സൗണ്ട്, ബോസിൻ്റെ സിഗ്നേച്ചർ സൗണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. എന്താണെന്നറിയോ, ഒരു രക്ഷയില്ലാത്തൊരു ഫീലിംഗ് ആണ്, ഭയങ്കര ഒരു ഫീലിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് പൊസിഷണൽ EQ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു EQ, ഇങ്ങനെ വെച്ചാൽ ഒരു EQ, പിന്നെ ഇങ്ങനെ തൂക്കിയിട്ടാൽ ഒരു EQ. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കിടത്തി വെച്ചൊരു പാട്ട് കേൾക്കുകയാണ്, ഇങ്ങനെ ടേബിൾ വെച്ച് കേൾക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആയ ഒരു ഫീൽ വരും. ട്രിബിൾ ഒരു ഇച്ചിരി ബൂസ്റ്റ് ആയിട്ട്, ബേസും ഒരു ഇച്ചിരി പ്രൊനൗൺസ് ആയിട്ട് ഓപ്പണായി, സൗണ്ട് ഒന്ന് ഓപ്പണായിട്ട് ഫുൾ സറൗണ്ട് കേൾക്കുന്ന രീതിയിലേക്ക് ആ EQ മാറുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നോട്ട് ചെയ്യാം നമ്മൾ. അത് നല്ലൊരു ഭയങ്കര ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ സ്റ്റഡി ആയിട്ട് വെക്കുമ്പോൾ, ഇങ്ങനെ നേരെ വെച്ച് പാട്ട് കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നാരോ ആയ ഒരു ഫീൽ വരും. ട്രിബിൾ ഒന്ന് സ്റ്റെപ്പ് കുറഞ്ഞ് ബേസ് അതേപോലെ നിർത്തിയിട്ട് വരുന്ന പോലെ തോന്നും. അപ്പോൾ ഒരു ചെറിയൊരു ഒരു ഓപ്പൺ ആയിട്ടുള്ള സംഭവം ഒന്ന് ചെറുതായിട്ട് അടഞ്ഞു തോന്നും. കാരണം ഇങ്ങനെ വെക്കുമ്പം സ്പീക്കറിന് മനസ്സിലാവും, ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ നേരെ ഇരുന്നല്ല കേൾക്കുന്നത്, നമ്മൾ ഇവിടെ എന്തോ പണിയിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്, അപ്പോൾ എല്ലാവർക്കും കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ഓപ്പൺ ആയിരിക്കണം എന്ന് സ്പീക്കർ സെൻസ് ചെയ്തിട്ട് നല്ല സറൗണ്ട് ഒരു സംഭവം തരും. സറൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമല്ല,
സറൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പീക്കറിൻ്റെ സൗണ്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് മൊത്തം ഒന്ന് കേൾക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ നേരെ വെച്ച് കേൾക്കുമ്പോൾ, ഇങ്ങനെ വെച്ച് കേൾക്കുമ്പോൾ സ്പീക്കർ മനസ്സിലാക്കുന്നത് ഇപ്പം എൻ്റെ മലയാളി എന്നെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വെച്ച് പാട്ട് കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് സിനിമ കാണുകയാണ്, അപ്പം മലയാളിക്ക് പറ്റിയൊരു സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ആ ട്രബിൾ ഒന്ന് കുറച്ച് എന്നാൽ ബേസ് അതുപോലെ നിർത്തിയിട്ടൊരു സൗണ്ടാണ് തരുന്നത്. നല്ലതാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോഴും ഓപ്പൺ ആയിട്ടുള്ള സൗണ്ടാണ്. ഇങ്ങനെ തൂക്കിയിടുമ്പോഴും, ഇങ്ങനെ തൂക്കിയിടുന്ന നല്ല നല്ല ക്യാമ്പിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ബാഗിൻ്റെ പുറകിലൊക്കെ തൂക്കിയിടുമ്പോഴാണല്ലോ, അപ്പം ഔട്ട് ഏരിയയിലൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അപ്പോഴൊരു തുറന്ന സൗണ്ടാണ്, ഓപ്പൺ ആയിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് എനിക്ക് ബേസ് റെസ്പോൺസ് വലിയ തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അതിൽ അങ്ങനെ പറയാൻ അർത്ഥമില്ല. കാരണം ഇതെന്തെങ്കിലും ഒരു പ്രതലത്തിൽ വെക്കുമ്പം ആണല്ലോ കുറച്ചുകൂടെ ഒന്ന് ബേസ് പ്രൊനൗൺസ് ആവുക. കാരണം നമ്മൾ സബ് വൂഫർ വാങ്ങിയിട്ട് ചുമ്മാ കെട്ടിത്തൂക്കിയിട്ടാലും അതിൻ്റെ ബേസ് വരുമില്ല. അതെവിടെയെങ്കിലും ഒരു തറയിലോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചാലേ അതിൻ്റെ റെസ്പോൺസ് മര്യാദയ്ക്ക് വരുള്ളൂ. കാരണം ഒരു പ്രതലമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബേസ് റെസ്പോൺസ് ബെറ്റർ ആയിട്ട് വരുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് സ്പീക്കറിനെ കുറിച്ച് പറയാനുള്ളത്. ആകെ ഒരു നെഗറ്റീവ്, വെരി ബാഡ് എന്ന് എനിക്ക് പറയാനുള്ളത് ബാറ്ററി ബാക്കപ്പാണ്. 2 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റില്ല. കനോട്ട് അക്സെപ്റ്റ്. 18,000 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിയിട്ട് ഇതിൽ 2 മണിക്കൂറേ 100% പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മോശം തന്നെയാണ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ബാക്കിയെല്ലാം ടോപ്പാണ്. പിന്നെ പറഞ്ഞല്ലോ ഈ 18,000 ഈ ബോട്ടിൻ്റെ ഒക്കെ സ്പീക്കർ കിട്ടും. അതൊക്കെ ചെറിയ എന്താ പറയുക, ചെറിയ പൈസയ്ക്ക് തന്നെ വലിയ വാട്ടൊക്കെ ഉള്ള ബോട്ട്സ്റ്റോൺ 1000 അതെൻ്റെ അടുത്തുണ്ട്, അതെൻ്റെ റൂമിലുണ്ട്. ഞാൻ അതും എടുത്തില്ല, അതും റിവ്യൂ ചെയ്യണം. അപ്പോൾ അത് എൻ്റെ അടുത്തുണ്ട്. അത് കുറച്ചുകൂടെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. അതിൻ്റെ സൗണ്ട് വേറെ, ഇതിൻ്റെ സൗണ്ട് വേറെ. അത് ഇത് റേ അതുപോലെയാണ്. ഇത് ജാലി സൗണ്ടാണ്. ഇതും ബോട്ടുമായിട്ട് കമ്പയർ ചെയ്താൽ ആടലോടകം പോലെ ഉണ്ടാവും. സോറി, ആടലോടകമല്ല, എന്നാ ആനയും ആടും അങ്ങനെന്തോ അജഗജാന്തര വ്യത്യാസം എന്നൊക്കെ പറയില്ല, അതുപോലെ അങ്ങനെ ഒരു സാധനമാണിത്. അപ്പം ഞാൻ വിചാരിക്കുന്നു എന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നു. അപ്പോൾ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് കുറച്ച് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു സ്പീക്കറുണ്ട്, 2 സ്പീക്കറുണ്ട് എൻ്റെ അടുത്ത്. ഒന്ന് ട്രിബിറ്റിൻ്റെ എക്സ് സൗണ്ട് ഗോ, പിന്നെ ഒന്ന് ബോട്ടിൻ്റെ 1000 ഉണ്ട്. അതൊക്കെ പഴയ സ്പീക്കർ, അതൊക്കെ ഇഷ്ടംപോലെ റിവ്യൂ ഉണ്ട്. പിന്നെയുള്ളത് JBL Flip 6 എൻ്റെ കയ്യിലില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്ത റിവ്യൂ ഉണ്ട് എൻ്റെ അടുത്ത്. യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് റിവ്യൂ ഉണ്ട്. സോ ഞാൻ വാങ്ങി ഇത്രയും കാലം യൂസ് ചെയ്തതിൽ എനിക്ക് സൗണ്ട് സ്റ്റേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പീക്കറാണ് ബോസ് സൗണ്ട്ലിങ്ക് ഫ്ലെക്സ്. ഇത് ഞാൻ എല്ലാ ഇൻ്റർനെറ്റിലുള്ള ഹൈപ്പെല്ലാം കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ അത് വെർത്താണ്. ആ ഹൈപ്പിനൊത്ത സംഭവം ഉണ്ട് ഇത്. എന്നാലും 18,000 രൂപയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ബാറ്ററി ബാക്കപ്പിൻ്റെ മാത്രം വെച്ചിട്ടാണ് എനിക്ക് അതിലൊരു വിഷമം. അല്ലാത്ത പക്ഷം ഐ എം സാറ്റിസ്ഫൈഡ്. അല്ലാത്ത പക്ഷം കുഴപ്പമില്ല. പക്ഷേ ബാറ്ററി ബാക്കപ്പ് വെച്ച് നോക്കുമ്പോഴാണ് ആശാൻ പ്രശ്നക്കാരനാകുന്നത്. 2 മണിക്കൂറൊന്നും നമുക്ക് പറ്റില്ലടേ, കുറച്ചുകൂടെ താടേ എന്ന് പറയേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് എൻ്റെ ഈ ചാനലാണോ ചുമ്മാ ഇടുന്ന കേട്ടോ. ഞാനിത് ആരും ഇതിനകത്തൊന്നും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിനകത്തൊന്നും ഞാൻ ഇടാനൊന്നും പോകില്ല. ഇത് ജസ്റ്റ് യൂസർ റിവ്യൂ ആണ്. അതായത് ഞാൻ എന്തൊക്കെ പേഴ്സണായിട്ട് യൂസ് ചെയ്യുന്നത് അത് ചുമ്മാ റിവ്യൂ ഇടാൻ വെച്ചാൽ വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു വീട്ടിൽ, അപ്പം ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് സംഭവം. വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സൗണ്ട് സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിഡ്സ് ഹൈസ് ലോസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ. സൗണ്ട് സ്റ്റേജ് ഇതിൻ്റെ ബാലൻസ്ഡ് ആണ്. അതായത് പക്ക ബാലൻസ്ഡ് സാധനമാണ്. നമുക്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ബൂസ്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തൊടാണ്ടിരിക്കുക, അതിൻ്റെ EQ തൊടാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അത് എങ്ങനെയാണോ ബോസിന് സിഗ്നേച്ചർ സൗണ്ട് വരുന്നത് അങ്ങനെ കേട്ട് നോക്ക്, അത് ബെസ്റ്റാണ്. ഫ്ലിപ്പ് 6ൻ്റെ വി ഷേപ്പാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വി ഷേപ്പ് അല്ല, അത് ട്രിപ്പിൾ ബൂസ്റ്റ് ആയിട്ടുള്ള സൗണ്ടായിട്ട് എനിക്ക് തോന്നാറ്. ഇത് അതുപോലെ എത്ര സൗണ്ട് വെച്ചാൽ അലവസരപ്പെടുത്താറില്ല, വളരെ സൂത്തിങ് ആയിട്ട് കേട്ടിരിക്കുകയാണ്. ഇത് വെച്ചാൽ നിങ്ങളിങ്ങനെ കിടന്നുറങ്ങിപ്പോകും. അതുപോലെ നമുക്കിങ്ങനെ കേട്ട് നല്ല മൂഡായിട്ടിരിക്കാം ഇങ്ങനത്തെ സ്പീക്കർ. സോ ഓക്കെ, താങ്ക് യു.